ഹലോ, അടിപൊളിയായിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി 1 കിലോ ചിക്കൻ നന്നായി കഴുകി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് എടുത്ത് ചെറിയ ജീരകം, വലിയ ജീരകം. ചെറിയ ജീരകം എനിക്ക് പൊടിച്ചതുണ്ടായതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഇത് മൂന്നും നന്നായി വറുത്തെടുക്കുക. വറുത്ത് പൊടിച്ച് വെച്ചതിന് ശേഷം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് അതൊന്ന് നന്നായി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മളിതിനകത്ത് തക്കാളി ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ തന്നെ മതി. 1 കിലോയുടെയാണ്. 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് ആ തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് പിന്നെ മസാലകൾ ചേർക്കുകയാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് കളറൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർക്കുക. ചിക്കൻ മസാലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, പച്ചമണം മാറി ഇതിന് ശേഷം നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ ആ ചിക്കനകത്തു നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയാൽ, നമ്മൾ വെള്ളം ചേർക്കരുത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇത്രയും വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, ചിക്കൻ്റെ വെള്ളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ വറ്റിച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് വറ്റിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ കുറച്ച് ഇത്രയും വെള്ളമാകുന്ന സമയത്താണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഏത് പെപ്പറും മറ്റേ കുരുമുളകും മറ്റേ ഇത് ചെറിയ ജീരകവും വലിയ ജീരകവും വറുത്ത് പൊടിച്ചിരുന്നില്ലേ, ലാസ്റ്റ് അത് ചേർക്കുക. അത് ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. അപ്പോൾ സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ റെഡിയാവും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണ ഇങ്ങനെ, വളരെ ഈസിയാണ്, ഇൻഗ്രീഡിയൻസും കുറവാണ്, ഈസി ആയിട്ട് എളുപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയൂ. അപ്പോൾ ബൈ ബൈ, ഞാൻ പോയി കഴിക്കട്ടെ. അലങ്കരിക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും CD മുറിച്ച് വയ്ക്കുന്നത് പോലെ ഇങ്ങനെ മുറിച്ച് വെച്ചു. പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങനെ